ഹലോ എവ്രിവൺ. എയർക്രാഫ്റ്റ് എഞ്ചിൻ മേക്കേഴ്സ് ആയിരുന്ന BMW അതിന്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് ലോഞ്ച് ചെയ്തത്. C4 കാറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് BMW 320D കോർപ്പറേറ്റ് എഡിഷൻ. ഇന്ത്യൻ കാർ വിപണിയിലെ ശക്തമായ മത്സരം മുന്നിൽ കണ്ടുകൊണ്ട് 24 ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്കൊരു BMW കാർ സ്വന്തമാക്കാമെന്ന ആശയം 2009 ഡിസംബറിലാണ് കമ്പനി കൊണ്ടുവന്നത്. ഇതിന്റെ മത്സരം ഒരിക്കലും ഫീച്ചർ വൈസ് അല്ല, ബ്രാൻഡ് വാല്യൂവിലാണ്. പ്രധാനമായും കോർപ്പറേറ്റുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് BMW ഈ കോർപ്പറേറ്റ് എഡിഷൻ പുറത്തിറക്കിയത്. ഇനി നമുക്കിതിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിന്റെ മുൻഭാഗം തന്നെയാണ്. നമ്മുടെ ശ്രദ്ധ ഏറെ ആകർഷിക്കുന്നത് BMWന്റെ ഈ ബാഡ്ജിൽ തന്നെയാണ്. ഈ ബാഡ്ജിന് ഒരു ചരിത്രമുണ്ട്. എയർക്രാഫ്റ്റ് എഞ്ചിൻ പ്രൊപ്പല്ലർ ആയിരുന്നു BMWന്റെ ആദ്യ ഇൻവെൻഷൻ. ബ്ലൂ സ്കൈയിൽ ഒരു വൈറ്റ് പ്രൊപ്പല്ലർ സ്പിൻ ചെയ്യുന്നതാണ് ഈ ലോഗോ അർത്ഥമാക്കുന്നത്. അടുത്തായി ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കിഡ്നി ഷേപ്പിലുള്ള ഈ ഫ്രണ്ട് റേഡിയേറ്റർ ഗ്രിൽസ് തന്നെയാണ്. ഹെഡ്ലാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഈഗിൾ ഐസ് എന്ന പേരിലാണ് ഈ ഹെഡ്ലാമ്പുകൾ അറിയപ്പെടുന്നത്. വളരെ സ്പോർട്ടിയായ ഈ ബമ്പറിന് ഒരു സേഫ്റ്റി ഫീച്ചർ കൂടി കമ്പനി നൽകുന്നുണ്ട്. ബമ്പർ സിസ്റ്റം വിത്ത് അലുമിനിയം ഇമ്പാക്ട് അബ്സോർബേഴ്സ് അഥവാ ക്രംബിൾ സോൺ എന്ന ഫീച്ചറാണ് അത്. ഇതെന്തെന്നാൽ ഈ വാഹനം ഒരു കാൽനട യാത്രക്കാരനെയോ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുമായോ ഒരു കൊളീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ ബമ്പർ 3 മില്ലിമീറ്റർ വരെ അകത്തേക്ക് പോകുന്നു. ഒരു വലിയ ഇമ്പാക്ട് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പനി ഈ ഫീച്ചർ നൽകുന്നത്. ബമ്പറിന്റെ രണ്ട് സൈഡിലും വളരെ സ്പോർട്ടിയായ എയർ വെന്റ്, അതിന്റെ കോർണറിലാണ് ഫോഗ് ലാമ്പ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർന്ന് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് പോർഷന് വളരെ ഒരു അഗ്രസീവ് ഫീൽ തന്നെയാണ് നൽകുന്നത്. ഇതിന്റെ സൈഡ് പോർഷനിലേക്ക് പോവാം. സൈഡ് വ്യൂ വളരെ സ്പോർട്ടിയും മസ്കുലറുമായാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇതിന്റെ വീലുകൾ തന്നെയാണ്. വളരെ മനോഹരമായാണ് ഇതിന്റെ വീൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 205/55R16 എന്ന റബ്ബറാണ് ഇതിൽ വരുന്നത്. BMWന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നറിയപ്പെടുന്ന RFT അഥവാ റൺ ഫ്ലാറ്റ് ടയേഴ്സ് ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ ഒരു ഡെമോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സേഫ്റ്റി, കൺവീനിയൻസ് ആൻഡ് പെർഫോമൻസ് എന്നിവയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന BMW ആദ്യമായി റൺ ഫ്ലാറ്റ് ടയറുകൾ അവരുടെ എല്ലാ മോഡൽ കാറുകളിലും ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കമ്പനിയാണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ടയറിന്റെയും റൺ ഫ്ലാറ്റ് ടയറിന്റെയും പ്രവർത്തനത്തിലുള്ള വ്യത്യാസം നമുക്ക് ഈ ഡെമോൺസ്ട്രേഷനിലൂടെ കാണാം. ശ്രദ്ധിക്കൂ, ഈ കാണുന്ന സ്റ്റാൻഡേർഡ് ടയറിന്റെ സൈഡ് വാളുകൾ വളരെ കനം കുറഞ്ഞ രീതിയിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്ന റൺ ഫ്ലാറ്റ് ടയറിന്റെ സൈഡ് വാളുകൾ ബലമേറിയതും കനം കൂടിയതുമാണ്. അതിനാൽ ടയർ പ്രഷർ 0 ലെവൽ ആയാൽ പോലും സ്റ്റാൻഡേർഡ് ടയറുകൾ പോലെ കൊളാപ്സ് ആവുകയില്ല. റൺ ഫ്ലാറ്റ് ടയറുകൾ ഉപയോഗിക്കുമ്പോൾ ടയർ പ്രഷർ ലോസ് ഉണ്ടായാൽ പോലും ഓൺബോർഡ് കമ്പ്യൂട്ടറിൽ അത് നമുക്ക് അറിയുവാൻ കഴിയുന്നതാണ്. പ്രഷർ കുറഞ്ഞാൽ പോലും യാത്ര ഇക്കാരണത്താൽ ബുദ്ധിമുട്ടായി അനുഭവപ്പെടില്ല എന്നത് ഒരു വസ്തുതയാണ്. നമുക്കിനി റൺ ഫ്ലാറ്റ് ടയറുകൾ ദുഷ്കരമായ യാത്രകൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് ഈ ദൃശ്യത്തിലൂടെ കാണാം. സാധാരണ എല്ലാ BMW മോഡൽ കാറുകളിലും റൺ ഫ്ലാറ്റ് ടയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഡെമോ കാണിക്കുവാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ടയർ ഘടിപ്പിച്ച ഓൾഡ് മോഡൽ 5 സീരീസ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഡെമോ കാണിക്കുവാൻ വേണ്ടി സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ പ്രത്യേക ഒരു സ്വിച്ച് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് റിയർ ടയർ ബേസ്റ്റ് ആകുന്നു.
ടയർ ബേസ്റ്റായ ഈ കാർ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ റോഡിൽ നിന്നും കംപ്ലീറ്റ്ലി സ്കിഡായി ഒരു അപകടത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇനി നമുക്ക് റൺ ഫ്ലാറ്റ് ടയർ ഘടിപ്പിച്ച പുതിയ മോഡൽ BMW 5 സീരീസിന്റെ പെർഫോമൻസ് കാണാം. അൺബിലീവബിൾ! ഒന്നും സംഭവിക്കുന്നില്ല. അപകടങ്ങളിൽ നിന്നും നമ്മളെ എപ്പോഴും സംരക്ഷിക്കാൻ പര്യാപ്തമാണ് റൺ ഫ്ലാറ്റ് ടയറുകൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടയർ ബേസ്റ്റായ ശേഷവും ഒരു റൺ ഫ്ലാറ്റ് ടയർ ഘടിപ്പിച്ച വാഹനം 200 കിലോമീറ്ററോളം സുഖമായി ഓടിച്ചു പോകാൻ കഴിയുന്നു എന്നതാണ്. ഇത് കാണൂ. ടയർ ബേസ്റ്റ് ആയതാണെങ്കിലും വാഹനത്തിന്റെ ഭാരം താങ്ങി നിർത്തി ടയറിന്റെ ഷേപ്പ് മാറാതെ നിൽക്കുന്നത് നമുക്ക് കാണാം. ബലമുള്ളതും ഉറപ്പുള്ളതുമായ സൈഡ് വാളുകളാണ് ഇതിനെ സഹായിക്കുന്നത്. നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാം റൺ ഫ്ലാറ്റ് ടയറുകൾ എത്ര സുരക്ഷിതമാണെന്ന്. ഇത്രയും സേഫായ ഈ ടെക്നോളജി BMWന്റെ ലോ റേഞ്ച് കാറായ 320d കോർപ്പറേറ്റ് എഡിഷനിലും ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കമ്പനി സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്ന്. ഇനി നമുക്കിതിന്റെ റിയർ വ്യൂ നോക്കാം. പിൻഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് BMW ബാഡ്ജ് തന്നെയാണ്. മാത്രവുമല്ല വളരെ മനോഹരമായാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റിയർ ബമ്പറിലും സ്പോർട്ടിനെസ്സിനോടൊപ്പം സ്റ്റീൽ ഇമ്പാക്ട് അബ്സോർബേഴ്സ് എന്ന ഒരു സേഫ്റ്റി ഫീച്ചർ കൂടെ കമ്പനി നൽകുന്നുണ്ട്. സ്പോർട്ടി ബമ്പറിനോടൊപ്പം ഒരു സ്പോർട്ടി എക്സോസ്റ്റ് ടിപ്പ് തന്നെയാണ് കമ്പനി നൽകുന്നത്. ഇനി നമുക്കിതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. വളരെ വിശാലമായ ബൂട്ട് സ്പേസ്. മാത്രവുമല്ല BMWയിൽ റൺ ഫ്ലാറ്റ് ടയർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ സ്റ്റെപ്നി ടയറിന് പകരം നമുക്കിവിടെ ഒരു ലഗേജ് സ്പേസ് ലഭിക്കുന്നു. ഈ അൾട്ടിമേറ്റ് ഡീസൽ മെഷീനിന്റെ മാക്സിമം പവർ 185 ഹോഴ്സ് പവർ അറ്റ് 4000 RPM മാക്സിമം ടോർക്ക് 350 ന്യൂട്ടൺ മീറ്റർ അറ്റ് 4000 RPM ആണ്. ഒരു നോർമൽ 3 സീരീസിൽ നിന്നും ഈ കോർപ്പറേറ്റ് എഡിഷന് 3 ഫീച്ചേഴ്സ് ആണ് കുറവുള്ളത്. HID കിറ്റ്, ഹെഡ്ലൈറ്റ് വാഷർ ആൻഡ് സൺറൂഫ്. ഇനി നമുക്കിതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും വളരെ വിശാലമായ ലെഗ് റൂം. വളരെ കംഫർട്ടബിൾ ആയ ഇതിന്റെ സീറ്റുകൾ കവർ ചെയ്തിരിക്കുന്നത് സെൻസാടെക് ഫാബ്രിക്കിലാണ്. ഡുവൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഇതെന്തെന്നാൽ ഫ്രണ്ടിലുള്ള പാസഞ്ചറിനും ഡ്രൈവറിനും ഒരേ സമയം തന്നെ വ്യത്യസ്തമായ ടെമ്പറേച്ചറുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. BMW പ്രൊഫഷണൽ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്കൊരു സ്പോർട്ടി ഫീൽ തന്നെ തരുന്നു. എഗെയിൻ സ്പോർട്ടിയായ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ 3 സ്പോക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ റിയർ സൺ ബ്ലൈൻഡ്സ്, ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പേഴ്സ്, സെമി ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാനുവൽ ആയും. ഇതിന്റെ ഹൈറ്റ്, ലംബാർ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് എന്നിവ ഇലക്ട്രിക്കലിയും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു സ്ട്രോങ് സസ്പെൻഷൻ തന്നെയാണ് BMW ഈ കാറിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സ്ട്രട്സും പുറകിൽ മൾട്ടിലിങ്ക് കോയിൽ സ്പ്രിങ്ങുമാണ് ഇതിൽ വരുന്നത്.
ഒരു റിയർ വീൽ ഡ്രൈവായ ഈ വാഹനത്തിൽ 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ CRDI എഞ്ചിനാണ് വരുന്നത്. 3 മോഡുകളിൽ ഉപയോഗിക്കാവുന്ന സ്ട്രെപ്റ്റോണിക് ഗിയർ ബോക്സ് ആണ് BMW കോർപ്പറേറ്റ് എഡിഷനിൽ വരുന്നത്. ഓട്ടോമാറ്റിക്, ഡ്രൈവ് സ്പോർട്സ്, മാനുവൽ എന്നീ മോഡുകളാണവ. സാധാരണ BMWയിൽ കാണുന്ന iDrive ഈ കോർപ്പറേറ്റ് എഡിഷനിൽ വന്നിട്ടില്ല. എന്നാൽ അതിലുള്ള ഒട്ടുമിക്ക ഫംഗ്ഷൻസും ഇൻസ്ട്രുമെന്റൽ പാനലിൽ വരുന്ന ഈ ഓൺബോർഡ് കമ്പ്യൂട്ടറിൽ ലഭ്യമാണ്. ബ്രേക്ക് പാഡ് ഇൻഫർമേഷൻസ്, സർവീസ് ഇൻഫർമേഷൻസ്, ബ്രേക്ക് ഫ്ലൂയിഡ് ഇൻഫർമേഷൻസ്, ടയർ പ്രഷർ ഇൻഫർമേഷൻസ്, ഓവറോൾ വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നിവയാണവ. ഇതിന്റെ ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ എയർ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ സോളിഡ് ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത BMW ഈ വാഹനത്തിലും 8 എയർ ബാഗുകളാണ് തരുന്നത്. അതുകൂടാതെ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ, ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, കോർണറിംഗ് ബ്രേക്ക് കൺട്രോൾ, ABS, EBD എന്നീ ഫീച്ചറുകളും ഇതിൽ ആഡ് ഓൺ ചെയ്തു. Guys, trust me, it's a 100% driver's car, worth buying it. പവറുണ്ട പതുക്കെ. ഒരു റീടേക്ക് എടുക്കണം, എൻ്റെ ഡയലോഗ് തെറ്റി.